നാടിനെ നടുക്കിയ പിഞ്ചുബാലന്റെ കൊലപാതകയെ കോടതി റിമാൻഡ് ചെയ്തു. മാള കുഴൂരിലെ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊന്ന കുഴൂർ കൈതാരൻ ജോജോയെയാണ് റിമാൻഡ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ഇറിഡിയം തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം താണിശ്ശേരി പാപ്പുള്ളി വീട്ടിൽ ഹരിദാസൻ, മാപ്രാണം മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ, വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കളപ്പുരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള വലിയ പറമ്പ് ആനക്കാരൻ വീട്ടിൽ കുഞ്ഞയ്യപ്പന്റെ മകൻ ശൈലേഷാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നാടിനെ നടുക്കിയ പിഞ്ചുബാലന്റെ കൊലപാതകയെ കോടതി റിമാൻഡ് ചെയ്തു. മാള കുഴൂരിലെ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊന്ന കുഴൂർ കൈതാരൻ ജോജോയെയാണ് റിമാൻഡ് ചെയ്തത്. കുഴൂർ മഞ്ഞളി അജീഷിന്റെ മകൻ ഏബലിനെയാണ് ലൈംഗികാതിക്രമത്തെ എതിർത്ത വൈരാഗ്യത്താൽ അതിദാരുണമായി പ്രതി കൊല ചെയ്തത്. കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെയും പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിലാണ് ഏബലിന്റെ സംസ്കാരം നടത്തിയത്. ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ, അഡ്വക്കേറ്റ് OJ ജെനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, CPM മാള ഏരിയ സെക്രട്ടറി TN സന്തോഷ് എന്നിവരും നിരവധി പൊതുപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. ഇരിഞ്ഞാലക്കുടയിലെ ഇറിഡിയം തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം താണിശ്ശേരി പാപ്പുള്ളി വീട്ടിൽ ഹരിദാസൻ, മാപ്രാണം മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ, വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മാപ്രാണം സ്വദേശിയെ ഇറീഡിയം ലോഹത്തിന്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2018 ആഗസ്റ്റ് മാസം മുതൽ 2019 ജനുവരി വരെ പല തവണകളായി 31,000 രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. ഹരിദാസൻ താൻ കൽക്കത്തയിലെ ഒരു മഠത്തിന്റെ മഠാധിപതിയാവാൻ പോവുകയാണെന്നും ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്ന പണം പാവങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് ഉയർന്ന ലാഭവിഹിതം നൽകാമെന്നും ഇറീഡിയം ലോഹം വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഷി, ASI ഉമേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കുളപ്പുരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള വലിയ പറമ്പ് ആനക്കാരൻ വീട്ടിൽ കുഞ്ഞയ്യപ്പന്റെ മകൻ ശൈലേഷാണ് മരിച്ചത്. ക്ഷേത്രത്തിലെ കുളപ്പുരയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകി മാളയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനമനസ് കീഴടക്കിയ 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി ദേവൂസിന്റെ പുതിയ ബ്രാഞ്ച് ദേവു ഫാമിലി സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ മാള പോൾസ് ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനി ആർട്ടിസ്റ്റ് അഞ്ജന ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. ആൻറ്റിയെ ആദ്യമായിട്ട് കാണുന്നത് ഒരു 2015-16 ആ സമയത്ത്. ആൻറ്റിയുടെ ഫാമിലിയായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്. ദേവുമായിട്ടും അമ്പാടിയായിട്ടും ഇപ്പോൾ ചന്തുമായിട്ടും എല്ലാവരായിട്ടും മാളുമായിട്ടും എല്ലാവരായിട്ടും നല്ല അടുപ്പമുണ്ട്. അന്ന് ഒരു പാർലറാണ് എനിക്ക് മാളയിൽ. ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു പാർലറും ഇപ്പോൾ ഇവിടെ പുതിയൊരു ബ്രാഞ്ചും. വളരെ സന്തോഷം. ഈ ഗ്രോത്ത് നേരിൽ കാണാൻ വളരെ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. സിനിമാ സംവിധായകൻ ജിതിൻ സുരേഷ്, മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ 2024 ഹർഷ ശ്രീകാന്ത്, സിനി ആക്ടർ ഷാനിയ സൈമൺ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മൈക്രോ ബ്ലേഡിംഗ്, മൈക്രോ ഷെയ്ഡിംഗ്, ഹെയർ എക്സ്റ്റൻഷൻ, സ്കാൽപ് പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്, മൈക്രോ നീഡ്ലിംഗ്, ബ്രൈഡൽ ഗ്രൂം മേക്കപ്പ്, ഹെയർ കളറിംഗ്, ഹെയർ ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ,
കെരാറ്റിൻ, സ്മൂത്തനിങ്, ഹെയർ സ്പാ, ബോഡി സ്പാ, വാട്സ് റിമൂവിംഗ്, ഹൈദ്ര ഫേഷ്യൽ, ഹോട്ട് ഓയിൽ മസാജ് തുടങ്ങിയ സേവനങ്ങളാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഫാമിലി സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയിൽ കസ്റ്റമേഴ്സിനായി സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ 2000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് 20% ഡിസ്കൗണ്ട് ഓഫറും നൽകുന്നു. മാള ഫെഡറൽ ബാങ്കിന് സമീപം പോൾസ് ടൗണിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ, ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. ദേവൂസ് കുടുംബാംഗങ്ങൾ, വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ പങ്കെടുത്തു. ദേവൂസ് മാള കൊടുങ്ങല്ലൂർ എന്നിവയാണ് ദേവു ഫാമിലി സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോയുടെ മറ്റ് ബ്രാഞ്ചുകൾ.
ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മറ്റു വാർത്തകളിലേക്ക്. പുരോഗമന കലാസാഹിത്യ സംഘം മേലടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാറും ലഹരി വിമുക്ത സദസ്സും സംഘടിപ്പിച്ചു. വൈക്കം സമരവും ആധുനിക കേരള സമൂഹവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടി KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ ജാതി ആചാര്യങ്ങൾ നമ്മൾ വലിയ ദൂരം വെട്ടി വെളുപ്പിച്ച് മുന്നോട്ട് വന്നെങ്കിലും പകലെ വെട്ടിയ ദൂരം മുഴുവനും ഒറ്റ വലിയാൽ പിറകോട്ടാക്കാൻ കവി പറയുന്ന പോലെ നമ്മൾ നടന്നു തീർത്ത വഴികള്, ആ വഴികളിൽ പിറകോട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാത്യാചാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മമാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പഞ്ചമര് എന്നിങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വിഭജനം ആണ് ജാതി എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടന. ആ വർണ്ണാശ്രമധർമ്മത്തെ അതേപടി തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള കുറേയേറെ ശ്രമങ്ങൾ നമ്മൾ ഇപ്പോൾ കാണാം. പുകസ മേഖലാ കമ്മിറ്റി അംഗം PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ലഹരി വിമുക്ത ജനജാഗ്രത സദസ്സ് അന്നമനട പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. C ശരത് കുമാർ, PV ഋഷികേശൻ, ശ്യാമള അയ്യപ്പൻ, ഷീബ ഗിരീശൻ, വിൽസൺ ആന്റണി എന്നിവർ സംസാരിച്ചു. കുരുവിലശ്ശേരി മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിലും ക്രമക്കേടുകളിലും പ്രതിഷേധിച്ച് CPIM മാള ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. ബാങ്ക് തട്ടിപ്പ് നടത്തിയ പ്രതി രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ തിരിച്ചറിയുക, കോടികൾ മുക്കിയ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുക, സഹകരണ ബാങ്ക് കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. മുൻ CPIM ഏരിയ സെക്രട്ടറി CR പുരുഷോത്തമൻ, CPIM മാള ലോക്കൽ സെക്രട്ടറി സലീം പള്ളിമുറ്റത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ, PO ഷാജി, രഘുവരൻ, സുരേഷ് കുമാർ, ജിൽഷ ശിവജി, രാജേശ്വരി, ജിജി കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഈ ബാങ്ക് വിവിധ മേഖലകളായിട്ട് തരംതിരിക്കുന്ന രീതി എത്തിപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് പഴയ പോലെ ജനങ്ങൾക്കും സഹകാരികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കുന്നതിന് സമഗ്രമായ നടപടികളോ കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. അത് നടക്കണമെങ്കിൽ നിശ്ചയമായും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വഹിക്കുകയും ഇത് മുടിപ്പിക്കുകയും ചെയ്ത AR രാധാകൃഷ്ണത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ. യുവാവിനെ കരിങ്കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ലോകമലേശ്വരം ആശാൻ പറമ്പ് പുളിക്കലത്ത് വീട്ടിൽ അസറുദ്ദീനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ TKS പുരത്തുള്ള ബാറിന് സമീപം ഏപ്രിൽ 4 രാത്രി ആനാപ്പുഴ ഫിഷർമെൻ കോളനി സ്വദേശികളായ അരയാശ്ശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ്, ചുളക്കാപ്പറമ്പിൽ സിജീഷ് എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ലോകമലേശ്വരം കാരൂർ മഠം സ്വദേശിയായ കുന്നത്ത് പടിക്കൽ വീട്ടിൽ തനൂഫ് മേത്തല, കടുക്കച്ചുവട് സ്വദേശിയായ മാണിക്കകത്ത് വീട്ടിൽ ജിത്തുരാജ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, സജിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ, ബിനിൽ, ഷിനാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിൽ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ സഹകരണത്തോടെ ശ്രീനാരായണ കൺവെൻഷനും പ്രതിഷ്ഠാ മഹോത്സവവും ആരംഭിച്ചു. ഏപ്രിൽ 14 വരെയാണ് ചടങ്ങുകൾ. ചലച്ചിത്ര താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഞാൻ BJPയുടെ വൈസ് പ്രസിഡന്റാണ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ എനിക്ക് ഒരുപാട് 20 വർഷമായിട്ടും അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്കൂൾ പിന്നെ കോളേജ് ലൈഫിലൊക്കെ സ്റ്റുഡൻറ് പോളിറ്റിക്സിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയ ചിന്തയുണ്ട്. എൻ്റെ കുടുംബം സ്വാമിജി സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാൽപ്പാടുകൾ പതിച്ച ഒരു കുടുംബമാണ് എൻ്റേത്. കണ്ടശാങ്കടവിലെ ചക്കാമടത്തിൽ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. ആ തറവാട്ടിലേക്ക്
ഗുരു വന്നിരുന്നു. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനായി. ശ്രീമദ് അംബികാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ നടുക്കിയ പിഞ്ചുബാലന്റെ കൊലപാതകയെ കോടതി റിമാൻഡ് ചെയ്തു. മാള കുഴൂരിലെ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊന്ന കുഴൂർ കൈതാരൻ ജോജോയെയാണ് റിമാൻഡ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട ഇറിഡിയം തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം താണിശ്ശേരി പാപ്പുള്ളി വീട്ടിൽ ഹരിദാസൻ, മാപ്രാണം മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ, വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കളപ്പുരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള വലിയ പറമ്പ് ആനക്കാരൻ വീട്ടിൽ കുഞ്ഞയ്യപ്പന്റെ മകൻ ശൈലേഷാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.